ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ വരുന്നത്, അമേരിക്ക അതുപോലെ തന്നെ ട്രംപ് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്ര ശക്തമായിട്ട് റഷ്യയും ഇന്ത്യയും ചൈനയും എതിർക്കുന്നത്, അല്ലെങ്കിൽ തരാവുന്ന എല്ലാ തരത്തിലുള്ള നമ്മൾ പണികൾ. കാരണം ഇന്ത്യ നേരത്തെ അവരുടെ ഒരു ടാർഗറ്റ് അല്ലായിരുന്നു. ചൈന റഷ്യ നേരത്തെ മുതലുള്ള ടാർഗറ്റ് ആയിരുന്നു. ഇന്ത്യ നേരത്തെ അവരുടെ ടാർഗറ്റ് അല്ലായിരുന്നു, താൽക്കാലികമായിട്ടെങ്കിലും. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക, നമുക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു നയങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപ് അമേരിക്കൻ പ്രസിഡന്റാണ്. അതുകൊണ്ട് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം എന്തുകൊണ്ട്, കാരണം അതൊരു വ്യക്തിയുടെ താല്പര്യമോ അല്ലെങ്കിൽ വ്യക്തിയുടെ തീരുമാനമാകുവാനുള്ള സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ആയിട്ട് വലിയൊരു രാജ്യത്തിന്റെ വലിയൊരു സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വ്യക്തി താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അങ്ങനെയുള്ള ചില നയപരിപാടികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് അമേരിക്കയുടെ നയങ്ങളായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ പോളിസി ചേഞ്ചസ് എന്ന് മാത്രം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെയും ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് അമേരിക്ക എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. നേരത്തെ നമുക്ക് പുറമോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ജിയോ പൊളിറ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള എന്താണ് പറയുന്നത്, അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില ഭീഷണികൾ, സമ്മർദ്ദങ്ങളൊക്കെ നമുക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ പല കാലഘട്ടങ്ങളിലും നമുക്ക് പല മേഖലകളിലൊക്കെ തന്നെ നമുക്കുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഈ ഇക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തുക, സാമ്പത്തിക ഉപരോധങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അണുവായുധ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ നമുക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, ഇക്കണോമിക് സാങ്ഷൻസ് അല്ലെങ്കിൽ മറ്റ് എല്ലാ രീതിയിലുള്ള സാങ്ഷൻസ് ഏർപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കയ്ക്ക് ആഹ്, അമേരിക്കയോട് നമ്മൾ വിരുദ്ധമായിട്ട്, അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്കെതിരെ ഇക്കണോമിക് സാങ്ഷൻ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നുള്ള ഭീഷണി മുഴക്കുക. ഇതൊക്കെ അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമാണ്. ലോക സംവിധാനങ്ങളെല്ലാം തന്നെ അവരുടെ നിയന്ത്രണത്തിൽ, സ്വാധീനത്തിലും ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുവാനും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുവാനും കഴിയും എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അമേരിക്ക നമുക്കറിയാം, ചിരകാലമായിട്ട് ഇപ്പോൾ പണ്ട് ഇറാഖ് മുതൽ ഇങ്ങോട്ടുള്ള ഗൾഫ് വാർ സമയം മുതൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, റഷ്യ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഈ ഒരു ഓർബിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് അവർ നോക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സിറിയ വരെ നമ്മൾ കണ്ടാണ്, ഇറാൻ വരെ കണ്ടാണ്. അപ്പോൾ ഇറാനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അവർക്ക് അവിടെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു നേതൃമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ഇറാനെ അവർ ഒത്തിരി കാലമായിട്ട് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ, അല്ലെങ്കിൽ ഒരു സീനാണ് നമ്മൾ, സിനാരിയോയുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ ചൈനയും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതുപോലെ തന്നെ റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യയും ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയുടെ കണ്ണിലെ ഒരു കരടാ കരടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലുള്ള ഇന്ത്യക്ക് എന്താണ്, നമുക്കൊരു ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, അല്ലെങ്കിൽ അതീവ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന രീതിയിൽ ട്രംപിൻ്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉള്ള നീക്കങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അത് ഉണ്ടാകുവാൻ ഉണ്ടാകത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് നമ്മൾ പൊതുവെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കുള്ളതെന്നല്ല, ഭരണ തലപ്പത്തൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ ആ ഒരു സെനറി എല്ലാം മാറി. ഇപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയും ചൈനയും റഷ്യയും എല്ലാം ഒരുമിച്ച് അമേരിക്ക സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രങ്ങൾ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ടുള്ള ചർച്ചകളിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും 100% ടാരിഫ്, എന്താ പറയുന്നത്, നികുതി അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുക, സാമ്പത്തികമായിട്ടുള്ള സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റഷ്യയോട് ഇന്ത്യയും ചൈനയും ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുന്നതുകൊണ്ട് മാത്രമാണ്. റഷ്യ യുക്രൈൻ വാറിൽ തീർച്ചയായിട്ടും റഷ്യക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാവുന്നതും അല്ലെങ്കിൽ പ്രയോജനം ലഭിക്കുന്നതും ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ റഷ്യയായിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന ഒരു അവസ്ഥയാണ്
അല്ലെങ്കിൽ ട്രംപിനെയും ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും മേലുള്ള ഈ ടാരിഫ് യുദ്ധങ്ങൾ ആക്കം കൂട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ശക്തമാക്കാൻ പുതിയ വഴികൾ തേടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 50% ടാരിഫ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഇന്ത്യ അതിനെ ഗവനിക്കുന്നില്ല, കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഇന്ത്യയായിട്ടുള്ള വഴികൾ തേടി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ US നിന്നുള്ള IT ഔട്ട്സോഴ്സിംഗ് ഒക്കെ തന്നെ, അതായത് ഇന്ത്യയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന US IT മുകളിൽ ടാരിഫ് ചുമത്താനുള്ള സാധ്യതകളും ട്രംപ് പരിശോധിച്ചു വരികയാണ്. അപ്പോൾ ഇതിനിടെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും മാറ്റുന്നുണ്ട്. ഒരു ദിവസം ഒരു രീതിയിലുള്ള അഭിപ്രായമാണെങ്കിൽ മറ്റു ദിവസം അതിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അതിനിടെ ഇന്ത്യ അടുത്ത സുഹൃത്താണെന്നും മോഡി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്നും ഒക്കെ തന്നെ ട്രംപ് പറയുകയും ട്രംപിൻ്റെ ആ ഒരു സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ കോൺസിസ്റ്റൻ്റ് അല്ലാത്ത എന്താ ഉറപ്പില്ലാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ ആയിരിക്കും ഇന്ത്യക്കെതിരെ കൂടുതൽ ടാരിഫ് ചുമത്തുമെന്നുള്ള പ്രസ്താവനയുമായിട്ടോ അഭിപ്രായമായിട്ടോ സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്യുന്നതൊക്കെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്, അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിൽ അവരോട് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ കൂടുതൽ സമ്മർദ്ദം, സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഉപരോധമാണ്. അല്ലെങ്കിൽ കൂടുതൽ ടാരിഫ് ചുങ്കം അല്ലെങ്കിൽ നികുതി ചുമത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതെന്നാൽ. അതായത് റഷ്യയുടെ നിന്ന് എണ്ണ മേടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ചൈനയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്, ഇന്ത്യയും ഒട്ടും പുറകിലല്ല. ഈ രണ്ട് രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്. റഷ്യക്ക് യുക്രൈനെതിരെയുള്ള യുദ്ധം വളരെ ശക്തമായിട്ട് തുടർന്നുകൊണ്ട് പോകാൻ സഹായകരമാണ്. റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നുള്ളതാണ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും വാദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയും ചൈനയും ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുവേണ്ടി യൂറോപ്പിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ഏർപ്പെടുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കളോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അത് യൂറോപ്പ് തീർച്ചയായിട്ടും അതിനോട് കാര്യമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അങ്ങനെ അമേരിക്ക പറയുന്നതനുസരിച്ച് യൂറോപ്പ് ഈ ചുങ്കം ഏർപ്പെടുത്തുവാൻ പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലുള്ള, കാരണം റഷ്യയുമായിട്ടുള്ള പ്രശ്നം യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം റഷ്യയുമായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നോ ഗ്യാസ് വാങ്ങുന്നോ ഒക്കെ നിർത്തിയതിൻ്റെ ഫലമായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ അവർക്ക് വളരെ ഫ്രണ്ട്ലി റിലേഷൻസ് ആണുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയായിട്ടൊന്നും അവർക്ക് അങ്ങനെ തെറ്റിപ്പിരിയേണ്ട അവസ്ഥകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കടുംപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കെതിരെയൊക്കെ 100% ടാരിഫ് അല്ലെങ്കിൽ ചുങ്കം ചുമത്തുവാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ അനുകൂലമായിട്ടുള്ള നിലപാടുകളോ പ്രതികരണങ്ങളോ ഒന്നും ഈ ട്രംപിൻ്റെ ഈ പ്രസ്താവനയോട് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ആവശ്യത്തിനോട് അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യൂറോപ്പിന് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഒന്നും ഉപരോധം ഏർപ്പെടുത്തുവാൻ. അപ്പോൾ ട്രംപ് ഈ പറഞ്ഞ നേതാക്കളുമായിട്ടുള്ള ചർച്ചയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ചർച്ചയിലാണ് ഇത് ആവശ്യപ്പെട്ടത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഇതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ ഭാഗികമായിട്ടെങ്കിലും ഒരു ഉപരോധം ഏർപ്പെടുത്തിയത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ വൻതോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റത്തിൻ്റെ ഇൻഫ്ലേഷനും ഒക്കെ തന്നെ വലിയ കാരണമായിട്ടുണ്ട്. എന്നാൽ അപ്പം യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് റഷ്യയാണ് ഈ ഊർജത്തിൻ്റെ എനർജിയുടെ ആവശ്യങ്ങളൊക്കെ, ഓയിൽ, അതുപോലെ തന്നെ ഗ്യാസ്, ഇതിനൊക്കെ തന്നെ അവർ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്റോറിക്കലായിട്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ലെങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. 2024 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ടുള്ള വ്യാപാരം ഏതാണ്ട് $78.1 ബില്യൺ ആണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഏകദേശം $68.7 ബില്യൺ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു വലിയൊരു ബ്ലോക്ക് ഓഫ് നേഷൻസിൻ്റെ ട്രേഡും ഒരൊറ്റ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം $10 ബില്യൺ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഈ പറഞ്ഞ ട്രേഡ് ഇത്രയും കുറയാൻ കാരണം അവർ ഭാഗികമായിട്ട് അല്ലെങ്കിൽ റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ
സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടി വന്നതെന്നുള്ളതും ഒരു വസ്തുതയാണ്. ഈ പറഞ്ഞ റെയർ എർത്ത് എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിട്ടിക്കലായിട്ടുള്ള മിനറൽസ്, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂറോപ്പ് ചൈനയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ മുകളിൽ അവരെ ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ യൂറോപ്പിന് ലഭിക്കാതെ വരികയും യൂറോപ്പിൻ്റെ ആ രാജ്യങ്ങളുടെ എക്സിസ്റ്റൻസിനെ തന്നെ, എക്കോണമിയെ തന്നെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവർക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും യൂറോപ്പിലേക്കുള്ള കയറ്റുമതി, അതിനകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് അത് ഒരിക്കലും അതിനെ സസ്റ്റെയിൻ അതിനെ അവർക്കത് താങ്ങുവാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഈ അവകാശത്തോട് അവർ മുഖം തിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അമേരിക്കയുടെയും ട്രംപിൻ്റെയും വാക്ക് കേട്ടോ അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിനോ ഭീഷണിക്കൊക്കെ വഴങ്ങിയിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും മുകളിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ചുങ്കം, ടാരിഫ് ചുമത്തുവാൻ പുറപ്പെടുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതിസന്ധി, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനിടയ്ക്ക് ട്രംപ് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ടും നമുക്കതിനെ ക്രെഡിബിളായിട്ടുള്ള, കാരണം അങ്ങേരുടെ ഇൻകോൺസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സ്ഥിരമല്ലാത്ത ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അത് അങ്ങേര് നടത്തുന്നതുകൊണ്ട് നമുക്കതിനെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്നറിയില്ല. അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഇന്ത്യ, മോഡി അമേരിക്കയുടെയും ട്രംപിൻ്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഒരു ദിവസം പറയും, അടുത്ത ദിവസം ഇന്ത്യക്കെതിരെ കൂടുതൽ ടാരിഫ് ചുമത്തുവാൻ പ്ലാൻ ചെയ്യുകയാണെന്ന് പറയുകയും മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്വീറ്റ് അനുസരിച്ചിട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവ വിഷയത്തിൽ ഒരു സമവായം അല്ലെങ്കിൽ ഒരു ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു ട്രേഡ് ടോക്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വളരെ വൈകാതെ തന്നെ ട്രംപ് സംസാരിക്കുമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലാണോ ഇപ്പോൾ ഈ സാമൂഹിക മാധ്യമമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ, അദ്ദേഹം ഈ ട്വീറ്റ് പോലെ തന്നെ ട്വീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള അറിയില്ല. നാളെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, അഭിപ്രായം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റൊക്കെ മാറാതാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞതനുസരിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സമവായത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. വ്യാപാര മേഖലയിലുള്ള തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളും പരിഹരിക്കുന്നതിനായിട്ട് ചർച്ചകൾ തുടരുമെന്നൊക്കെ തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വീകരിച്ച നിലപാടിനകത്തിനുള്ള ആ ഒരു അസ്ഥിരത നമുക്ക് അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത് അദ്ദേഹം പരമാവധി ഇന്ത്യയും ചൈനയും റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ, റഷ്യയോടെ നിൽക്കട്ടെ, ഇന്ത്യയുടെയും ചൈനയുടെ മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ, അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രതീക്ഷ എന്നല്ല, അമേരിക്ക ഒഴികെ മറ്റൊരു രാജ്യങ്ങളും ലോകത്തിൻ്റെ പിന്നെ എന്താണ് പറയുന്നത് അധികാര ശ്രേണിയിലേക്ക് വരരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. യൂണിപ്പോളാർ വേൾഡ്, ഏകധ്രുവ ലോകത്തിലാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. ആ ഏകധ്രുവ ലോകത്തിൻ്റെ അധിപൻ എന്നും അമേരിക്ക ആയിരിക്കും, അമേരിക്ക ആകണമെന്നാണ് അമേരിക്കയുടെ ലക്ഷ്യവും പ്രതീക്ഷയും ആഗ്രഹവും എല്ലാം തന്നെ. അപ്പം അതിന് വിഘാതം സൃഷ്ടിക്കുക, എന്താ അതിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഗ്ലോബൽ ഓർഡർ ഉണ്ടാകുമ്പോൾ അതിനെ തീർച്ചയായിട്ടും കൗണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ റഷ്യ, ഇന്ത്യ, ചൈന എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ പറയുന്നത് അവർ യൂണിപ്പോളാർ വേൾഡിൽ, ഏകധ്രുവ ലോകത്തിൽ വിശ്വസിക്കുന്നില്ല, മൾട്ടിപ്പോളാർ വേൾഡിലാണ്, ബഹുധ്രുവ ലോകത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ഇന്ത്യ, ചൈന, റഷ്യ ഒക്കെ. അങ്ങനെ ലോകത്തെ ഒരു സിംഗിൾ സൂപ്പർ പവർ വേണ്ട, ആവശ്യമില്ല. എല്ലാ രാജ്യങ്ങളും അർഹിക്കുന്ന ഒരു സ്പേസും പിന്നെ പവറും അതായത് രാജ്യങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. പക്ഷേ ചൈനയൊക്കെ അത് എത്രത്തോളം അത് എന്താണ് പറഞ്ഞത്,
അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഈ അമേരിക്കയുടെ കൂട്ട് തന്നെ നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ പറ്റും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ചൈനയും ലോക സാമ്പത്തിക ഒരു ശക്തിയായി മാറിയിട്ടില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ചൈന ഇപ്പോൾ പറയുന്നത് അവർ ബഹുധ്രുവ ലോകത്തിലാണ് വിശ്വസിക്കുന്നത്, ഏകധ്രുവ ലോകത്തിലല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അവർ ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈന പറയുന്നത് ഏകധ്രുവ ലോകവും ആ ഏകധ്രുവ ലോകത്തിൻ്റെ യൂണിപ്പോളർ വേൾഡിൻ്റെ അധിപൻ ചൈന ഞങ്ങളുമായിരിക്കുമെന്നായിരിക്കും ചൈന പറയാൻ പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ അമേരിക്കൻ നിലപാട് അതാണ്. അപ്പം അതിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ തന്നെ നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങൾക്കെതിരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നിലപാടുകളും സമ്മർദ്ദങ്ങളും ട്രംപും അമേരിക്കയും ചെലുത്തുന്നത് അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും യൂറോപ്പിനോട് പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എത്രത്തോളം അതിനെ അനുസരിക്കുമെന്നോ അല്ലെങ്കിൽ അനുകൂലിക്കുമെന്നോ നമുക്കറിയത്തില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. അപ്പം മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ.